നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്റെ ഭർത്താവ് ഒരു സ്പൈയെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഡയാന. രവി പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തിയ വിവരം മതികല അറിയുന്നു. രവിയുടെ രഹസ്യ നീക്കങ്ങൾ ചോർത്താൻ മതികലയുടെ ശ്രമം. ഇതാണ് കടുവെ പിടിച്ച കിടുവ. എനിക്കെതിരെ CID എങ്കിൽ മണ്ടൻ രവിയേട്ടനെതിരെ റോബോട്ട്. രവിയുടെ രഹസ്യ നീക്കങ്ങൾ മതികല അറിയുന്നു. വലിയ അടുപ്പം അന്നേ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ അവരുടെ കോൾസും വാട്സ്ആപ്പ് മെസ്സേജസും ഒക്കെ ഹാക്ക് ചെയ്യാൻ നോക്കും. മതികലയുടെ പെരുമാറ്റത്തിൽ ഇന്ദുബാലയ്ക്ക് സംശയം. സംഭവിച്ച എല്ലായിടത്തും മതികലയുടെ ഒരു നിഴലുണ്ടായിരുന്നു. കുട്ടിമണിയുമായി ജീവിതം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന മനസ്സിജനെ മതികല ഭീഷണിപ്പെടുത്തുന്നു. അന്ന് മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കുമ്പോ നിന്റെ മുഖത്തീ ചിരി കാണണം. ഡിറ്റക്റ്റീവായ ഡയാനയ്ക്ക് പിന്നാലെ മതികല. തുടർന്ന് കാണുക. എങ്ങനെ അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ അവക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാടാ. അപ്പൊ പിന്നെ ഞങ്ങളേറ്റു. നമ്മുടെ കാളിയർക്കാവിനപ്പുറത്ത് ആളൊഴിഞ്ഞ സ്ഥലമില്ലേ, അവിടേക്ക് മതി വന്നാ മതി. നമ്മുടെ CID കൊണ്ട് ഞാൻ അവിടേക്ക് വരാം. എന്താ? പിന്നെ ആരുടെ കണ്ണിൽ പെടാതെ വേണം ഓപ്പറേഷൻ. നാളെ ഇനി ഇത് പുതിയൊരു കേസാവരുത്. ഇല്ല മതി, എനിക്കറിഞ്ഞൂടെ. നീ കൂടുതൽ വീരസ്യൊന്നും വിളമ്പണ്ട. പണ്ട് ഇതുപോലൊരു കേസ് നിന്നെ ഏൽപ്പിച്ചതിന്റെ പാപഭാരമാ ഞാൻ ഇപ്പോഴും ചുമക്കുന്നത്. അതറിയാലോ. മതി പ്ലീസ്, ഓരോന്ന് പറഞ്ഞ് എന്റെ മൂഡ് കളയാതെ. ഇവിടെ മതി, നോക്കിക്കോ. ഞാൻ 100% സക്സസാ. ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടല്ലേ മതി ഇത് അറിഞ്ഞത് തന്നെ. ഓക്കെ, അക്കാര്യത്തിൽ ഞാൻ നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളും ഇതുപോലെ തന്നെ അങ്ങ് നടക്കണം. കേട്ടല്ലോ? നടന്നിരിക്കും, കണ്ടോ. ശരി, കണ്ടാ മതി. മതി, നിർത്ത്. സ്റ്റോപ്പ്. റിവേഴ്സ് പോ. വേഗം റിവേഴ്സ് എടുക്കാം. ടേൺ. പോ. വേഗം പോ. ഒന്ന് വേഗം ഓടിക്കണം. വാടാ. എന്താ മിണ്ടരുത്, കൊന്നുകളയും പന്നി. ഡയാന മോളെ, ഹു ആർ യു എന്ന് ചോദിക്കാതെ വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കും മോളെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതാ. എന്നാ പിന്നെ നമുക്ക് പോവാം. Hey man, I will call the police. മാനും മയിലും ഒന്നുമില്ല. ഒച്ചെടുത്താ കോരവള്ളിയർത്ത് റോഡിലിടും ഞാൻ. ഇറങ്ങടി മോളെ, ഇങ്ങോട്ട് ഇറങ്ങടി. വാടി, നടക്കടി. ഇതിടാ, വേഗം കേരടി. വിട്ടോ. എന്തായടാ, കിട്ടിയില്ലേ? അതോ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് അവള് ചാടിപ്പോയോ? ചാടിപ്പോവാനോ? അവളുടെ വോക്കൽ കോഡിന് മീതെ നല്ല ഒന്നാന്തരം പിച്ചാത്തിയാൻ വെച്ചിരിക്കുകയല്ലേ. അനങ്ങുകയോ ബഹളം വെക്കുകയോ ചെയ്താ മാങ്ങ പൂടുന്ന പോലെ ഞാനെങ്കിൽ പൂടുവേ. എന്നെ കൊല്ലരുത് പ്ലീസ്. വായ അടക്കടി. രണ്ടുപേര് സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കുന്നോ? എന്ത്? അയ്യോ, മതിയോടല്ല, ഇവിടെ കുരുവിക്കുഞ്ഞിനോട് പറഞ്ഞതാ. വരട്ടി കൊല്ലാതെ അവളെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോടാ. ഇറങ്ങടി. ഇറങ്ങ്, നടക്കടി. വാടി. ഡയാന രാജകുമാരി, എന്താടാ ഇത്? ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്? ഇങ്ങനെയാണോ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞയച്ചത്? അല്ല മതി, അത് ഷട്ട് അപ്പ്. ഡയാന രാജകുമാരി, എന്താടാ ഇത്? ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്? ഇങ്ങനെയാണോ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞയച്ചത്? ഇങ്ങനെയാണോ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞയച്ചത്? അല്ല മതി, അത്. ഷട്ട് അപ്പ്.
വിളിച്ചാ വരണ്ട മതി അതാ. എന്നാലും ഇങ്ങനെയൊക്കെ പാടുണ്ടോ? കഴുത്തിൽ കത്തിയൊക്കെ വെച്ച്. ഷേ, ക്ലീശ സെറ്റപ്പ്. ഡയാന മോള് നമ്മളെ അനുസരിക്കും. അനുസരിക്കത്തില്ലേ മോളെ? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഓ, ഡയാന മോള് ഞാൻ ആരാണെന്ന് മാത്രം ചോദിക്കരുത്. എന്നെ പറ്റിയല്ലേ മോൾ ഇത്രയും ദിവസം അന്വേഷിച്ചോണ്ടിരുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ മോളുടെ മുമ്പിൽ നേരിട്ടങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ എന്റെ ജോലിയാ ചെയ്തത്. ഞാനും ചെയ്തത് എന്റെ ജോലിയാ. ആട്ടെ, എന്തൊക്കെയാ എന്റെ ഭർത്താവിന് അറിയാനുള്ളത്? ഞാനും മനസ്സുജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണോ? ഞാൻ പറഞ്ഞു തരാം മോളെ. അത് മോക്കറിയാത്ത ബന്ധങ്ങളുടെ നൂലാമാലകളെക്കുറിച്ചും മാലാനൂലകളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ കേക്കണ്ടേ? അല്ല, എന്നിട്ട് എന്ത് റിപ്പോർട്ട് കൊടുത്തു? ഞാൻ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തു. ശോ, എനിക്ക് വയ്യ ഈ കൊച്ചിന്റെ ഒരു കാര്യം. അല്ല മോളെ, നീയാണോ ഈ സത്യവാൻ സാവിത്രി? എന്നാലൊരു കാര്യം ചെയ്, മോൾ ആ റിപ്പോർട്ട് ഒരബദ്ധമാണെന്ന് രവിയേട്ടനോട് പറഞ്ഞേക്ക്. പകരം നിനക്ക് ഞാനൊരു സമ്മാനവും തരാം, ഒരു പ്രൈസ് മണി. എനിക്ക് വേണ്ട. എന്റെ പ്രൊഫഷണൽ എത്തിക്സിൽ ഞാൻ വെള്ളം ചേർക്കത്തില്ല. മോള് ചേർക്കും. സിറ്റി നോർത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലല്ലേ നിന്റെ അനിയൻ ഡാനി പഠിക്കുന്നത് അല്ലേ? എന്റെ ആൾക്കാരുടെ ഒരു വണ്ടി സ്കൂളിന് പുറത്തുണ്ട്. മോൾ എന്നെ അനുസരിച്ചില്ലെങ്കി അനിയും പതിവ് പോലെ സൈക്കിളും ചവിട്ടി വീട്ടിലെത്തത്തില്ല, റോഡിൽ കിടക്കും. ഒരു സുമോ വാനിന്റെ ചക്രങ്ങൾ കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടോ സഞ്ജു ആ കൊച്ചിന്റെ വാരിയല്ലുകൾക്ക്? അവിടെ പേസ്റ്റായി പോകത്തില്ലേ? പ്ലീസ്, എന്റെ അനിയനെ ഒന്നും ചെയ്യരുത്. അനുസരിച്ചില്ലെങ്കി നിന്റെ അനിയനെ മാത്രമല്ല അമ്മയും വെറുതെ വിടത്തില്ല. ടൗണിലെ ഒരു കടയിൽ നിന്റെ അമ്മ സോഫിയ സെയിൽസിൽ നിൽക്കുന്നു ഞങ്ങൾക്കറിയാം. കാണണോ? അവിടുന്ന് തന്നെ ഒരു സാരി എടുത്ത് അവരെ തൂക്കിക്കൊണ്ടു പോകുന്നത് കാണണോടി? വേണ്ട, ഞാൻ അനുസരിക്കാം. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എന്റെ അമ്മയും അനിയനെ ഒന്നും ചെയ്യരുത്. വീടുക്കി വെറുതെ വേണ്ട മോളെ, 25,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. സഞ്ജു, ദേ കൊച്ചിന്റെ മോരും മുതിരയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവളെ സേഫ് ആയിട്ട് പിക്ക് ചെയ്ത ഇടത്ത് തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ഇതാ മോളെ, വാങ്ങിച്ചേ, വാങ്ങിക്കടി. അപ്പോ സേഫ് ആയിട്ട് കൊണ്ടുപോണം കേട്ടോ. ചെല്ലു. വാ. അത് ശരി, പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ചിരിക്കുന്നു. അത്രയ്ക്ക് ബുദ്ധിയായോ എന്റെ മരുമകന്? നമ്മൾ കാണുന്നതിനപ്പുറത്തുണ്ടയാൾക്ക് ബുദ്ധി. അത് അതിബുദ്ധിയും വക്രബുദ്ധിയും ആണെന്ന് മാത്രം. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കുന്നുമില്ല. വേണ്ട പണിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഡിറ്റക്റ്റീവിന്റെ പേര്? ഡയാന. എന്താനയാണെങ്കിലും തോട്ടിയിട്ട് പിടിച്ചില്ലേ നീ? കൃഷ്ണമണിക്ക് തന്നെ ഇട്ട് പിടിച്ചു. അവളിനിയില്ല, അവളുടെ കഥ തീർന്നു. ചതിയന്മാരുടെ കൂടെ നിൽക്കുന്നവർക്ക് അധികം ആയുസ് കാണത്തില്ല, ഓരോന്നായി തീർന്നുകൊണ്ടേയിരിക്കും. എന്നാലും അവൻ ഇത്രമാത്രം ഭയങ്കരനാണല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. അവന്റെ ഒരു അന്വേഷണം ഇനി സൂക്ഷിക്കണം. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും പത്തി വരുമെന്നല്ലേ? ഇപ്പോ മനസ്സുജൻ ഏത് പക്ഷത്താണെന്ന് അറിയില്ല. പഴയതുപോലെ ഒരു ബന്ധം ഞങ്ങൾക്കിടയിലില്ല. ഞാൻ പറയുന്നതൊക്കെ വിമിഷ്ടത്തോടെ അവ അനുസരിക്കുന്നു എന്ന് മാത്രം. രവിയേട്ടനെ ഒതുക്കണം.
ഒതുക്കി നിർത്തിയേ പറ്റൂ. എങ്ങനെ? പറയാം. നമ്മുടെ ഒരു ഫേമസ് ജോത്സ്യനില്ലേ, ചന്ദ്രഗിരി മുണ്ടേലസ്വാമി, അദ്ദേഹത്തെ പോയ അമ്മ ഒന്ന് കാണണം. ആർക്ക് പണി കൊടുക്കാനും നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ ആളാ. തല പോയാലും ചതിക്കില്ല. ജ്യോതിഷിയെ കണ്ടിട്ട് എന്താ കാര്യം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ആദ്യം അമ്മ ഞാൻ പറയുന്നത് കേക്ക്. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായ ബെത്തൻ, ബുദ്ധിയോ നിങ്ങൾക്കോ? അതും എന്റെ കാര്യത്തിൽ. 5-ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ ജീവിതത്തിന്റെ നിറങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ നിങ്ങളാ. എന്നിട്ടും നിങ്ങളെ ഞാൻ മുഖത്തു നോക്കി വൃത്തികെട്ട സ്ത്രീയെ എന്ന് വിളിക്കാത്തത് എന്നെ നിങ്ങൾ പ്രസവിച്ചതിന്റെ ഒറ്റ ഔദാര്യം, ഒറ്റ നന്ദി. നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടുപ്പു കുതിരെ പോലെ തിരുവാഭരണവും ചാർത്തി ഇറങ്ങുന്ന നിങ്ങളുടെ ഉള്ളു നിറയെ വിഷമാണെന്നും അറിയാം. എന്റെ കൂടെ നിൽക്കുമ്പോ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളും വിജയങ്ങളുമാ പ്രശ്നം. സ്വന്തം മകളെ പോലും ആയുധമാക്കുന്ന ഒരമ്മ. എടി മോളെ, ഞാൻ നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ? അനുസരിക്കാം. എങ്കിൽ നിങ്ങൾക്കും എനിക്കും ജയിക്കാം. എന്തായാലും മതികലയുടെ താഴെ തന്നെയാണ് ജലജ. എന്നെ അനുസരിക്കുന്നവര് മാത്രം മതി എന്റെ കൂടെ. അത് അമ്മയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പട നയിച്ച് ജയിക്കാനും എനിക്കറിയാം. എടി മോളെ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നിന്റെ ഭാവി നിർത്തുന്നുണ്ടോ ഒന്ന്? എന്റെ ഭാവിയെ കുറിച്ച് മിണ്ടിയേക്കരുത് നിങ്ങൾ. എന്റെ ഭാവി ഓർത്തല്ലേ നിങ്ങൾ എന്നെ 5-ാം വയസ്സിൽ കഞ്ഞിയും പയറും കിട്ടുന്ന കോൺവെന്റിലാക്കിയത്. എന്റെ നോട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളി നിങ്ങളാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിന്നാ നിങ്ങക്ക് കൊള്ളാം. മതികലയുടെ കൂടെയല്ലാതെ ജലജയ്ക്ക് സ്പേസ് ഇല്ല, അത് ഓർത്തോണം. അല്ലെങ്കിൽ എനിക്ക് 5-ാം വയസ്സിൽ തന്ന കോൺവെന്റിന് പകരം ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് ഒതുക്കം ഞാൻ. നീ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം. എങ്കിൽ നിങ്ങൾ പോയി മുണ്ടേലസ്വാമി കാണും. അയാളുടെ വലിയ ഭക്തയല്ലേ നിങ്ങള്? എന്നിട്ട് ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ പറയാൻ പറയും. ഇങ്ങനെ ചെയ്താൽ ഒടുക്കം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവോ മോളെ? നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്താ മതി, കേട്ടല്ലോ? അഭിപ്രായം വേണ്ട. ശരി. മതികലക്കെതിരെ രഹസ്യ നീക്കം, പുഴുക്കളുടെ വക. നോക്കാം എവിടം വരെ പോകുന്നു. ഡയാനയ്ക്ക് എന്താ ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം? ഇന്നലെ വരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് എന്റെ നിഗമനങ്ങളും സംശയങ്ങളും മാത്രമാണ്. ഇപ്പൊ ഞാൻ പറയുന്നതാ സത്യം. രവി സംശയിക്കുന്ന പോലെ ഒരു മോശമായ ബന്ധവും മതികളെയും മനസ്സിനും തമ്മിലില്ല. ഡയാന, രവിക്ക് സന്തോഷമായില്ലേ? രവിയുടെ ആദ്യം മാറിയില്ലേ? പിന്നെന്തിനാ മുഖം ആടിയിരിക്കുന്നത്? അല്ല, അതല്ല. ഡയാന ഒരുപാട് തെളിവുകൾ പറഞ്ഞിരുന്നല്ലോ, അവരൊരുമിച്ച് പഠിച്ച കാര്യവും മറ്റും. അത് സത്യത്തിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഉദ്ദേശിച്ച മതികളെ ഈ കുട്ടിയല്ല. ആ കോളേജിൽ തന്നെ അതേ പേരിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. അതെയോ? അതെ, ആ കുട്ടിക്ക് ഈ പറയുന്ന മനസ്സിജനുമായ അടുപ്പമുണ്ടായിരുന്നത്. സത്യമാണോ ഇതൊക്കെ? സത്യം. ഞാൻ എന്തിന് കള്ളം പറയണം? എന്റെ അന്വേഷണത്തിന്റെ അവസാന ദിവസം ഞാൻ സത്യമേ പറയൂ. പിന്നെ മതി കോളേജിൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞതോ? സത്യത്തിൽ മതികല പറഞ്ഞ കോളേജിൽ തന്നെയാ ഇപ്പൊ പഠിക്കുന്നത്. മനസ്സിനൊപ്പം എന്നും മതികല പോകുന്നതും ആ കോളേജിലേക്കാ. അന്ന് ഡയാന അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് സത്യത്തിൽ രവിക്ക് പറ്റിയ തെറ്റാണ്. മതികല രവിചന്ദ്രൻ എന്ന പേരാണ് രവി ഞങ്ങൾക്ക് നൽകിയിരുന്നത്. സത്യത്തിൽ മതികല കോളേജിൽ ചേർന്നത് മതികല മഹാദേവൻ എന്ന പേരിലും. അതാണ് മിസ്റ്റേക്ക്. കുറച്ച് ആദ്യകൊണ്ടെങ്കിലും ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞില്ലേ? ഇനി ഭാര്യയെ സംശയിക്കാതെ നല്ല ഭർത്താവായി സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കാം.
ഞാൻ എൻ്റെ പാവം മതികലയെ തെറ്റിദ്ധരിച്ചല്ലോ. ഹോ, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പോയാലോ? ഉം. ആ. രവിയേട്ടാ, ആ പിന്നെ എന്താ ചെക്ക എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നുമില്ല പിന്നെ. ഒന്നുമില്ല എന്നത് കള്ളം. എന്തോ ഉണ്ട്. പറ രവിയേട്ടാ, എന്താ എന്താ രവിയേട്ടാ ഇത്? എന്നോടല്ലേ പറയുന്നത്? പറയ് രവിയേട്ടാ, എന്താ? അത് പിന്നെ ഈ അടുത്തിടയ്ക്ക് മതി എന്നോട് പിണങ്ങരുത്. അടുത്തിടയ്ക്ക് പിണങ്ങരുതെന്നോ? എന്താ രവിയേട്ടത്? അങ്ങനല്ല മതി. അടുത്തിടയ്ക്ക് പൊന്നിനോട് എനിക്ക് എന്നോട് അല്ല മതിയെ പറ്റി എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. എന്നെ പറ്റി സംശയങ്ങളോ? എന്റെ രവിയേട്ടനോ? ഓ, ആ ഫോട്ടോ കണ്ടേ പിന്നെ ആവുമല്ലേ? അതും ഒരു കാരണമാ. അപ്പൊ സ്വന്തം ചേട്ടനെ തന്നെയാണല്ലേ രവിയേട്ടന് വിശ്വാസം? അയ്യോ കരയല്ലേ പൊന്നെ, കരയല്ലേ. രവിയേട്ടൻ ഒരു മണ്ടനല്ലേ. എന്റെ ഓരോരോ വിവരക്കേട്, അതിന്റെ കൂടെ കൂട്ടുകാരോരോന്ന് പറഞ്ഞ് പിരികേറ്റിയപ്പോ കൂട്ടുകാരോരോന്ന് പറഞ്ഞ് പിരികേറ്റി പോലും ആവശ്യമില്ലാത്ത കുറെ കൂട്ടുകാരുണ്ട് രവിയേട്ടനിപ്പോ. അതാ കുഴപ്പം. പറ്റിപ്പോയി മതി, ക്ഷമിക്ക്. ഭർത്താവിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഭാര്യ ആയിരിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ദുഷ്ടലാക്കോടെ ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വെക്കുന്നത് കണ്ട് രവിയേട്ടൻ എന്നെ സംശയിക്കാൻ തുടങ്ങിയ പിന്നെ പിന്നെ മതികല ജീവിച്ചിരിക്കത്തില്ല കേട്ടോ. രവിയേട്ടൻ അറിയാമോ, രവിയേട്ടനെ കുറിച്ച് അപവാദം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു എനിക്ക്. എന്നിട്ട് ഞാനത് വിശ്വസിച്ചു. രവിയേട്ടനോട് ചോദിക്കെങ്കിലും ചെയ്തോ? എന്നെപ്പറ്റിയോ? എന്നെപ്പറ്റി എന്താ അപവാദം മതി? രവിയേട്ടൻ ഇങ്ങനെ ആദ്യം കൊള്ളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാലും പറയ് പൊന്നെ, എന്റെ ഒരു മനസ്സമാധാനത്തിന്. രവിയേട്ടൻ വെറുതെ ഫീൽ ചെയ്യൊന്നും വേണ്ട. ഇല്ല പറയേ. അല്ലെങ്കിൽ വേണ്ട. ഒന്നാമത് രവിയേട്ടൻ സെൻസിറ്റീവാ. അതിന്റെ കൂടെ മതി. ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും എനിക്ക് എന്റെ ചെക്കനെ അറിയാമെന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാനത് കാര്യമാക്കിയില്ല. എന്താന്ന് പറയും മതി പ്ലീസ്. രവിയേട്ടൻ ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് കാറിൽ കയറ്റി സിറ്റി കിടന്ന് കറങ്ങുന്നു. പെണ്ണോ? എന്റേതാ നാദസ്വരം വായിക്കോളോ? മംഗോളിയൻ മുഖമുള്ള ഏതോ ഒരു പെണ്ണിന്റെ കൂടെ രവിയേട്ടൻ ടൗണിൽ ചുറ്റുന്നു. അയ്യോ മതി, ഞാൻ സത്യമായിട്ടും കള്ളമാണെന്ന് എനിക്കറിയാം രവിയേട്ടാ. നിങ്ങളുടെ ചേട്ടനോ അയാളുടെ വക്കീല് ഭാര്യയോ ഒക്കെ ആയിരിക്കും ഈ അജ്ഞാത ഫോൺ കോളിന് പിന്നില്. ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, നമുക്കെതിരെ ആരോ ക്ഷുദ്രം ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് ഉടൻ തന്നെ പോയി ആ ജോത്സ്യനെ ഒന്ന് കാണാം. മിടുക്കൻ. അല്ല, സത്യമായിട്ടും അങ്ങനൊരു പെണ്ണ് ഇല്ലല്ലോ അല്ലേ? അല്ലേ രവിയേട്ടാ? ഇല്ല പൊന്നെ, പൊന്നാണ് സത്യം. എനിക്കറിയാൻ ചെക്ക. തപ്പിത്തടഞ്ഞേക്കത് രവിയേട്ട പോവാൻ നോക്ക്. സമയം പോയി. ശരി പൊന്നെ, ബൈ. എന്താ സർ? മാഡത്തിന് എന്താ ഒരു ടെൻഷൻ? ടെൻഷനോ? എനിക്കോ? പോലീസിനെ കണ്ടിട്ടോ? നന്നായി. ഞാൻ കുട്ടിക്കാലം മുതലേ കാണാൻ തുടങ്ങിയതാ കാക്കി. ഞാൻ 10 ലക്ഷം രൂപയുടെ കാര്യം എന്തായെന്നുള്ള ആകാംക്ഷയില്. ആകാംക്ഷ കൊള്ളാം, നല്ലതാ. പക്ഷേ കാര്യങ്ങൾക്ക് പുതിയൊരു ട്വിസ്റ്റ് ആണല്ലോ മാഡം. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? പറയാം. മാഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലേ ഇവിടെ? ഇല്ല, ഓഫീസിൽ പോയി. ഓ സർ,
എന്തായി സർ അന്വേഷണം? കാശ് കിട്ടിയോ? കാശ് കിട്ടിയില്ല, പക്ഷെ കാശ് കൊണ്ടുപോയവർ തന്നെ കിട്ടി. നേരോ? അതെ, കാശ് മോഷ്ടിച്ചവൻ പക്ഷെ പറഞ്ഞത് മാഡം കൂടി ഉൾപ്പെട്ട ഒരു പുതിയ കഥയാ. ഞാൻ കൂടി ഉൾപ്പെട്ട പുതിയ കഥയോ? എന്താ അത്? അത് അവൻ തന്നെ പറയും. സോമ, അവനെ ഇറക്ക്. നിനക്കെന്താടാ നാണോ? കാര്യം പറയടാ. ആ 10 ലക്ഷം മോഷ്ടിച്ചത് നീ ഉൾപ്പെട്ട ടീമല്ലേ? അതെ, കോവിലൂർ പസങ്ക, അങ്ങനെ ഞങ്ങൾ അറിയപ്പെടുന്നത്. കേട്ടില്ലേ? പേര് കേട്ടാ സ്വന്തമായിട്ട് IPL ടീം ഉണ്ടെന്ന് തോന്നുമാർക്ക്. കോവിലൂർ പസങ്ക. നീ പേര് പറഞ്ഞ് കളിക്കാതെ കാര്യം പറയടാ ക്ലാപ്പേ. കാശ് മോട്ടിച്ചെന്ന് പറഞ്ഞത് സത്യമാ. പക്ഷേ ഇത് ഈ മേഡം പറഞ്ഞിട്ട് തന്നെ. ഞാനോ? ഞാൻ പറഞ്ഞോ? അതെ, മാഡമാ പറഞ്ഞത് ഇങ്ങനൊരു തിരുട്ട് സീൻ പ്ലാൻ ചെയ്യാൻ. കാശ് മാഡത്തിന്റെ ഒരു ടീമിനെ ഏൽപ്പിക്കുകയും ചെയ്തു സാർ. സർ, ഇവ പറയുന്നത് മൊത്തം കള്ളോ? എനിക്കൊന്നും അറിയത്തില്ല. കാശ് കൊണ്ടുപോയമാരുടെ കൂട്ടത്തിൽ ഇവനുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു സർ. ശരി, ബാക്കി ഞങ്ങൾ തെളിയിച്ചോളാം. CA നല്ല ദേഷ്യത്തില. ചിലപ്പം മാഡം ഭർത്താവിനെയും കൂട്ടി സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. അത് വരാം സർ. പക്ഷെ ഇയാള് പറയുന്നത് കള്ളത്തരവാ. അതൊക്കെ നമുക്ക് തെളിയിക്കാം. തൽക്കാലം ഞങ്ങൾ ഈ ഉരുപ്പടിയെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാ. പിന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചും ഇവൻ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുകയും വേണമായിരുന്നു. പക്ഷേ മാഡത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ മാഡം എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അല്ല സർ, ഞാൻ എന്തിനാ സർ എന്റെ സ്വന്തം കാശ് മോഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അങ്ങനെയും ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. കാശ് ആർക്കോ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു സാർ. പക്ഷെ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ ഇങ്ങനൊരു പ്ലാൻ എന്ന് പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ ഞങ്ങളെ പണിയല്ലേ. സോമ, ഇവനെ രഥത്തിലോട്ട് കയറ്റി നടക്കടാ ഇങ്ങോട്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാ. വിളിപ്പിക്കും, വരണം. നീ എന്താടാ കിളികളെ കാണുവാണോ? വലയിൽ വീണ കിളികളല്ലേ, ആരോ വച്ച കെണിയിൽ വീണവർ. ഞാനും ഇവരും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളില്ലേ? ഓ, സാഹിത്യം. നിന്റെ ഈ മാട്ട സാഹിത്യം കേൾപ്പിക്കാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? അടിവാരം പോലീസ് പോയോ മതി. എന്തു പറഞ്ഞു അവര്? അവര് പറഞ്ഞതൊക്കെ നീ കേട്ടോ? കേട്ടെങ്കിൽ നിന്നോട് ചോദിക്കത്തില്ലല്ലോ. അത് പിന്നെ കാശ് തട്ടിയവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെയാ കൊണ്ടുവന്നത്. എന്നിട്ട് അവനെന്തു പറഞ്ഞു? അവന്റെ ഏതോ കൂട്ടാളികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അല്ല, അവനെ എന്തിനാ മതി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് എന്നെ കാണിക്കാൻ. ഓ, വെരിഫിക്കേഷൻ. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? അവന്റെ കൂട്ടുകക്ഷികളൊക്കെ തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ടെന്ന്. തമിഴ്നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണും. നമ്മുടെ ചുറ്റുവട്ടത്തോ? നമ്മുടെ ചുറ്റുവട്ടത്ത് എങ്ങനെ കാണാൻ? കള്ളന്മാരല്ലേ, എവിടെയും കാണും. നീ എന്താ ഒരുമാതിരി കുത്തും കോളും വെച്ച് സംസാരിക്കുന്നേ? കുത്തും കോളും മാത്രമല്ല, വാക്കുകൾക്കിടയിൽ ചെറിയൊരു കൊളുത്തുള്ളത് നല്ലതാ മതി. ഇടയ്ക്കൊക്കെ മനസ്സിനെ ഒന്ന് കൊളുത്തി പിടിക്കാൻ. നീ എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞത്? എനിക്ക് മതിയോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിൽ പിന്നെ നീ അത് പറയേ. അത് പറയാം. അത് പക്ഷേ ഇവിടെ വെച്ചല്ല, പിന്നെ പുറത്തെവിടെയെങ്കിലും വെച്ച്. അത്രയ്ക്ക് വലിയ രഹസ്യമാണോ? അതെ, നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇപ്പൊ അതിന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ.
മറ്റുള്ളവരെ അമ്പലത്തിൽ നിന്ന് വരുന്നത് വരെ സമയമുണ്ടല്ലോ. കാര്യം പറയാൻ ഈ സമയം ധാരാളമല്ലേ? നിന്റെ കുട്ടുവാണെങ്കിൽ മുറുമുറുന്ന് സുഖം ഉറക്കോ. ഇല്ല, ഇവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പുറത്തു വെച്ച് മതി. എപ്പോ? ഓ, ഇനിയിപ്പോ ഇന്ന് രാത്രി രവിയേട്ടനോട് സംസാരിക്കണം. സാരമില്ല, കേസിന്റെ കാര്യത്തിന് നാളെ അടിവാര സ്റ്റേഷൻ വരെ പോണോന്ന് പറയാം. എന്നാലും എന്തായിരിക്കും നിനക്ക് പറയാനുള്ളത്? ഇന്നൊരു രാത്രി കൂടി കഴിയിട്ട് മതി. കാത്തിരുന്ന് കാണാം. മനസ്സിജ, നമ്മളിത് എവിടേക്കാ പോകുന്നേ? പറയാം. എങ്കിൽ നീ പറയേ. അവിടെ ചെല്ലട്ടെ. എവിടെ? അവിടെ. അതെവിടേക്കാന്നാ ചോദിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും സംസാരം പാടില്ല. ശ്രദ്ധ പാളും. ശ്രദ്ധ മരിക്കുമ്പോ അപകടം ജനിക്കുന്നു. നിർത്തടി, വായറക്കടി. ദേ, നിന്റെ താടിക്കാരൻ മണ്ണുണ്ണിയോട് ചില ഇളക്കുന്ന പോലെ എന്നോട് ചിലച്ചാലുണ്ടല്ലോ, അടിച്ച അണപ്പലിന്റെ അടിവേരിളക്കി കളയും ഞാൻ. ഇറങ്ങ്. ഇറങ്ങുന്നില്ല. മതി, ഇറങ്ങ്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മതി പ്ലീസ്. എന്റെ മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുവാ ഞാൻ. മര്യാദയ്ക്ക് ഇറങ്ങ്. ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? പിടിച്ചിറക്കേണ്ടി വരും. ഇതുപോലെ ഇങ്ങിറക്കും. കൈയെടുക്കാൻ അങ്ങനെ നിന്റെ ദേഹത്ത് തൊടാനുള്ള കൊതിയൊന്നും മനസ്സിനില്ലടി. നിനക്കിപ്പോ ആരുടെ ദേഹത്ത് തൊടാനാ ഇഷ്ടമെന്ന് എനിക്ക് അറിയാം. അതെ, നീ ഉദ്ദേശിക്കുന്നത് വളരെ ശരിയാ. നീ എന്നെ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അത് പറയാൻ. നീ അലറുകയൊന്നും വേണ്ട. നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ, ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ. ചോദിക്ക്. നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാ ഞാൻ. എന്റെ അനിയത്തിയുടെ ജീവിതം പോയിട്ടും നിന്നെ മാത്രം കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ഞാൻ നിന്നിട്ടില്ല. പകയുടെ പട്ടികയിൽ നിന്റെ അച്ഛന്റെ പേര് എഴുതി ചേർത്തിട്ട് പോലും നിന്റെ പേര് ഞാൻ ഒഴിവാക്കി. എന്നെ നീ എന്തിനു ചതിച്ചു? ഞാൻ നിന്നെ ചതിച്ചെന്നോ? കൊള്ളാം, നിന്റെ തോന്നല് കൊള്ളാം. തോന്നലല്ലടി. 10 ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ട കേസിൽ അടിവാരം പോലീസ് കൊണ്ടുവന്നൊരു ഗുണ്ട പോലീസിന്റെ മുമ്പിൽ വെച്ച് നിന്നോട് പറയുന്നത് ഞാൻ കേട്ടതാ. നീ പറഞ്ഞിട്ടാ ആ ഓപ്പറേഷൻ നടത്തിയെന്ന്. ഇതാണോ നിന്റെ പ്രശ്നം? കൊള്ളാം. ഇത് വലിയ തമാശ തന്നെ. നിർത്തടി നിന്റെ കൊലച്ചിരി. മനസ്സിച്ചാ മതി. ആവശ്യത്തിലേറെ എടിപൊടി വിളിയായി. ക്ലാവ് പിടിച്ചു തുടങ്ങിയതാണെങ്കിലും സ്നേഹത്തിന്റെ ഒരു ചരട് നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത് കൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും നേരം എന്റെ തനി സ്വഭാവം നിയന്ത്രിച്ചു നിർത്തിയത്. പോലീസുകാരന്റെ കൂടെ വന്ന ഗുണ്ട പറഞ്ഞു പോലും. നിനക്ക് ലജ്ജയില്ലേടാ ഇത് വിശ്വസിച്ച് എന്നോട് ചോദിക്കാൻ? ക്രിമിനലുകൾക്കും ഫ്രോഡുകൾക്കും ആരെ പറ്റിയും എന്തും പറയാം. നല്ല അച്ഛന് പിറക്കാത്തവർക്കേ ഏത് വഴിയിലൂടെയും മറ്റുള്ളവരെ മോശക്കാരാക്കാൻ നോക്കാം. വാദിയെ പ്രതിയാക്കാനുള്ള തന്ത്രം. എന്നാലും നീ അത് വിശ്വസിച്ച് കളഞ്ഞല്ലോ. ഞാൻ കരുതിയത് നീ അത് ചിരിച്ചു തള്ളൂന്നാ. എന്റെ അനിയത്തിയുടെ മരണം എനിക്ക് ചിരിച്ചു തള്ളാൻ പറ്റത്തില്ലല്ലോ. മനസ്സിജ, ആ ഗുണ്ട പറഞ്ഞത് കേട്ടതിന്റെ പേരിലാണ് നീ എന്റെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതെങ്കിൽ ആ ടോപ്പിക് ഇവിടെ കൊണ്ട് നിർത്തിയേക്ക്. ഇനി മുമ്പോട്ട് സംസാരിച്ച നീ എന്തുപടി? അറിയാമല്ലോ നിനക്ക് മനസ്സിജനെ. പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി, അതാ മനസ്സിജന്റെ ഒരു രീതി. കൂടെ നിന്നിട്ട് നീ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു മോളെ, തിരിച്ചടിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ബാങ്കാ മനസ്സിജന്റെ മനസ്സ്. എന്നെ ചതിച്ചു വീഴ്ത്താന്ന് മാത്രം ആരും കരുതരുത്. അച്ഛന് പിറന്നതാണെങ്കിൽ നേർക്ക് നേരെ ഒന്ന് യുദ്ധം ചെയ്യണം. നിഴൽ യുദ്ധം ആണും പെണ്ണും കെട്ടവരുടെ രീതിയാ. ഓഹോ, നീ പറഞ്ഞു വലിയ ആളാവണല്ലോ. എന്നാ നിന്റെ മനസ്സിലെ വിശ്വാസം അങ്ങനെ തന്നെ നിക്കട്ടെ. നീ കരുതുന്നത് പോലെ എല്ലാം പ്ലാൻ ചെയ്തത് ഞാൻ തന്നെയാടാ. ഗുണ്ടാക്രമണം പ്ലാൻ ചെയ്തതും കാശ് മാറ്റി വെപ്പിച്ചതും ഓപ്പറേഷൻ മുടക്കിയതും ഞാനാ.
നീ നിന്റെ വിശ്വാസം മാറ്റണ്ട. നീയും നിന്റെ പൊട്ടിയും കൂടെ എന്റെ മുമ്പിൽ ആഘോഷിക്കുന്നതിന്റെ പകയാണെന്ന് തന്നെ കൂട്ടിക്കും. അതിന് പകരമായിട്ട് നിന്റെ അനിയത്തെ ഞാൻ കൊന്നതാടാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണമെങ്കിലും ഞാൻ നിനക്ക് തരണ്ടേടി. ഇല്ലെങ്കിൽ ഞാനൊരാണാണോന്ന് എനിക്ക് തന്നെ സംശയം തോന്നും. മനസ്സിജ, ചെയ്യാത്ത കുറ്റത്തിന് നീ എന്നെ അടിച്ചത്. ഇതിന് നീ അനുഭവിക്കും. ഒരു ചുക്കുമില്ല. നിനക്കൊരു അഹങ്കാരമുണ്ട്. നീ വലിയ കാശുകാരിയാ, ഗുണ്ടകളായ കുറെ ബന്ധുക്കൾ നിനക്കുണ്ടെന്നൊക്കെ. നിന്നെ പോലെ ചിന്തിക്കുന്ന വേറെ ചില അലവലാദികളും ഉണ്ട്. എടി, നല്ല നട്ടലുള്ളവന്റെ മുമ്പിൽ ഇതൊന്നും ഒരു ചുക്കും ചുണ്ടാമൊന്നും അല്ലടി. നിന്റെ കുടുംബ പാരമ്പര്യം അന്തസ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എടി, ആദ്യം ഒരു മനുഷ്യജന്മം ആവാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി. പിന്നെ കുട്ടിമണിയുമായി ജീവിതം ആഘോഷിക്കുന്നതിനെ കുറിച്ച്, അതെ, കുട്ടിമണിയുമായി ഞാൻ ഇനി ജീവിതം തുടങ്ങാൻ പോവുക. നീ എന്താന്ന് വെച്ചാ പോയി ചെയ്യടി. ഞാൻ പോവുക. നിനക്ക് തിരിച്ചു പോവാൻ നീ നിന്റെ ഗുണ്ടാപ്പട്ടാളത്തെ വിളിക്കും. കേട്ടോടി, രക്തയക്ഷി. ഹലോ, മനസ്സിജനൊടുവിൽ പത്തി വിടർത്തി. എന്തു പറ്റി മോളെ? അവന്റെ പെങ്ങളുടെ മരണത്തിന്റെ കാരണം ഞാനാണെന്ന് ആ നന്ദികെട്ട നായ എന്റെ കരണത്തടിച്ചു. ഇവിടെ പെരുവഴിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. അവൻ അത്രയ്ക്ക് ധൈര്യമോ? തീർത്ത് കളയാം അവനെ. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം ആ ഗുണ്ട പറഞ്ഞ കാര്യം? ആരൊക്കെ എവിടെ നിന്നാ എനിക്കെതിരെ കളിക്കുന്നതെന്ന് എനിക്കറിയണം. പൊന്നു മോളെ, അമ്മ വരട്ടെടി അങ്ങോട്ട്. വേണ്ട, ഞാൻ സഞ്ജുവിനെ വിളിച്ചോളാം. ഇനി ആ ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നത് വില്ലു തൊടുത്തിട്ട് അവൻ പോയേക്കുന്നത്. പക്ഷെ അസ്ത്രം എയ്യുന്നത് മതികലയായിരിക്കും. കണ്ടോ? ഒരു പരാജയം, ചെറുതല്ലാത്ത ഒരു വളരെ വലിയൊരു പരാജയം. മതി, എന്താ സംഭവിച്ചെന്ന് പറ പ്ലീസ്. എങ്കിലും എനിക്ക് മനസ്സിലാവും. മനസ്സിജൻ തിരിഞ്ഞു കൊത്തി. എന്താ? മനസ്സിജൻ തിരിഞ്ഞു കൊത്തിയെന്ന്. അവനവന്റെ ഭാര്യയുമായി ജീവിക്കാൻ പോവാണെന്ന്. എന്നോട് പകരം വീട്ടാൻ. പകരം വീട്ടാനോ? അതെ, അവന്റെ പെങ്ങളുടെ മരണത്തിന് കാരണക്കാരി ഞാനാണെന്ന്. അതെങ്ങനെ മതി? ആ 10 ലക്ഷത്തിന്റെ ഇഷ്യൂ. എന്ത് ഇഷ്യൂവിന്റെ പേരിലാണെങ്കിലും മതിക്കെതിരെ സംസാരിക്കാനായവൻ, മതിക്കെതിരെ വിരൽ ചൂണ്ടാറായവൻ. വിരൽ ചൂണ്ടുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു, എന്നെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. നന്ദിയില്ലാത്ത നായ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മതി അവനെ വിശ്വസിക്കരുതെന്ന്. മതിയോട് സ്നേഹം നിറച്ച് നിന്നപ്പോഴൊക്കെ അവന്റെ ഉള്ളിൽ മതിയോടുള്ള പകയായിരുന്നു. അവൻ അറിയില്ല മതികളെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, സത്യം. ഒരുപാട് കാര്യങ്ങൾ മൂടി വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അതും സത്യം. പക്ഷെ മതികലയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടം. ആ ഇഷ്ടത്തിന് മീതെയായിരുന്നു ഉയരോടെയുള്ള അവന്റെ നിലനിൽപ്പ് പോലും. പക്ഷേ അവനത് മനസ്സിലാക്കിയില്ലല്ലോ മതി. മനസ്സിലാക്കണ്ട. ചിലത് പഠിച്ചാലേ മറ്റു ചിലത് മനസ്സിലാവൂ. എന്നും മതികലയ്ക്കെതിരെ തിരിയാൻ നോക്കിയോ അന്നു മുതൽ അവന്റെ ജീവിതത്തിൽ ദശാപഹാരം ആരംഭിച്ചു. അവന്റെ അനിയത്തിയുടെ ചാവ് ഒരു തുടക്കം മാത്രമാ. മതി പറഞ്ഞാ മാത്രം മതി, തീർത്ത് കളയാം അവനെ. അങ്ങനെ ഒറ്റ കുത്തിന് അവനെ തീർത്ത എന്ത് ത്രില്ല സഞ്ജു. അവന് ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും കരയാനുള്ള അവസരം കൊടുക്കണ്ടേ? മതി എന്ന് ഉദ്ദേശിക്കുന്നേ? നീ കണ്ടോ, മനസ്സിജന് പോലും ശരിക്കും അറിയത്തില്ല മതികളെ. മരണം, നാശം ഒറ്റയടിക്കൊരു സൂചിമുന പോലെ മനസ്സിജന്റെ ഹൃദയത്തിലേക്ക് ചെല്ലത്തില്ല. ഒന്നും അറിയാതെ ഒരു മുട്ടായി പോലെ അവനത് നുണഞ്ഞിറക്കണം. നീ കണ്ടോണം. മതി പറഞ്ഞാ മതി, എന്തിനും ഞാൻ റെഡിയാ. ഇത്രയും കാലത്തെ എന്റെ ജീവിതം, എന്റെ കാത്തിരിപ്പ്, എന്റെ പണം, എന്റെ വിശ്വാസം, എന്റെ സ്നേഹം, ഇതെല്ലാമോ അവൻ ഉച്ചയും ബുദ്ധിയും ഉറയ്ക്കാത്ത ഒരു പൊട്ടിക്ക് വേണ്ടി ഉപേക്ഷിച്ചത്. എന്നെക്കാളും ഇപ്പൊ അവന് വലുത്
ഞാൻ അവന് പരിചയപ്പെടുത്തി കൊടുത്ത ആ പൊട്ടി. തിരിച്ചടിക്കണം മതി. അവന്റെ കണ്ണിന് കണ്ണുനീരല്ല, ചോര വരണം, ചോര. എനിക്കറിയാം എന്തു വേണോന്ന്. മനസ്സിന്റെ ഭിത്തിയിൽ ഇപ്പൊ അനിയത്തിയുടെ ചില്ലിട്ട പടവും തൂക്കി വേദനിക്കുന്നവനാ മനസ്സിജ്. അതിനപ്പുറത്തേക്ക് അവന്റെ കുട്ടുവിന്റെ പടം കൂടി ഞാനങ്ങ് തൂക്കും. കുട്ടിമണിക്കൊപ്പം ജീവിക്കാൻ പോവാണെന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടാ അവൻ പോയത്. ഞാനത് വലിയ കാര്യമാക്കുന്നില്ല. അവന്റെ ഒരു വെല്ലുവിളി അത്രേ ഉള്ളൂ. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ചെയ്താലോ മതി. തീർത്ത് കളയും ഞാൻ. അക്കാര്യത്തിൽ തർക്കമില്ല. നീ തൽക്കാലം വണ്ടി എടുക്ക സഞ്ജു. എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയവനാ അവൻ. അവന്റെ അടുത്ത മൂവ് എന്താണെന്ന് എനിക്കറിയണം. എന്റെ അമ്മോ കേറ് പിന്നെ. പിന്നെ നീ എങ്ങനാണോ എന്തോ. ഹലോ, എന്നതാ പരിപാടി? മനസ്സിലാ. ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ചിട്ട് ഈ പിന്നിലൊന്ന് കുത്തി കയറ്റിയേ. അയ്യോ കുട്ടു, പ്ലേറ്റ് അല്ല, പ്ലീറ്റ് പ്ലീറ്റ്. അതിതാ കുട്ടി ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? പുത്തമലേച്ച് പഠിപ്പിച്ചു തന്നതാ. നമുക്ക് ശരിയും തോന്നുന്ന കാര്യം പറയുമ്പോ കറക്റ്റ് എന്ന് പറയണം. പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചു പുത്തമല്ലേച്ചി? പിന്നെ 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 ആരെങ്കിലും നമുക്ക് മൊട്ടായോ ഭക്ഷണോ വാങ്ങിച്ചു തന്നാലേ തങ്കൂന്ന് പറയണം. തങ്കു അല്ല, താങ്ക് യു. അങ്ങനെ പിന്നെ നമ്മൾ ആരെങ്കിലും ഇടിച്ചോ തോയിച്ചോ ഒക്കെ ചെയ്താ സോറിന്നങ്ങ് പറയണം. സോറി മിടുക്കി മിടുക്കി മിടുമിടുക്കി. അയ്യോ എന്റെ അബ്ദമൻ ഭഗവതി. ചോറി. അതെ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ല മനുഷ്യ. പഠിച്ചു. പക്ഷെ ഇങ്ങനെ നീ പഠിച്ച ഞാൻ പിന്നെ മിച്ചം കാണത്തില്ല. അന്നേ മമ്ര വിദ്യ പഠിച്ചപ്പോ കണ്ണ് മമ്ര പറഞ്ഞ് നീ എന്റെ കണ്ണിട്ട് കുത്തി. ഇപ്പൊ സോറി പറയാൻ എന്റെ വയറ്റിലിടിച്ചു. നാളെ കട്ടൊന്നൊരു വാക്ക് പഠിക്കാൻ വാക്കെത്തിയെടുത്ത് എന്നെ കട്ടിയലോടി നീ. അതെ മനുഷ്യ നമ്മളെ ഏതമ്പലത്തിലാ പോന്നേ? ഭദ്രകാളി ക്ഷേത്രം. നിനക്കതല്ലേടി കാളി ചേരുന്നേ? എന്നെ കാളിന്ന് വെച്ചാണ്ടല്ലോ. ഹാഫ് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞോ? ഇനി നമുക്ക് പോവാം. അല്ല മനുഷ്യ, എനിക്കൊരു സംശയമേ. എന്നതാ? ഏതെങ്കിലും മർമ്മത്തെ പറ്റിയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ മർമ്മങ്ങളും ഇന്ന് അവധിയില്ല. ഓ, അതൊന്നും അല്ലാന്നേ. മനുഷ്യനല്ലേ എന്നെ ഇത്രയായിട്ട് സുന്ദരിയായിട്ട് ഹാഫ് സാരി കുത്തി തന്നെ? അതെ. അതെ, മനുഷ്യനെ നേരത്തെ ആരെങ്കിലും ആപ്താരി ഒപ്പിച്ചിട്ടുണ്ടോ? എന്നതാ? അല്ല, വേറെ ആരെയും ആപ്താരി ഉടുപ്പിച്ചിട്ടുണ്ടോന്ന്. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ? ഏതൊരു പെണ്ണിനുള്ള സംശയഗ്രന്ഥി ഈ തലയ്ക്കകത്തുണ്ട്. ഇവക്ക് ബുദ്ധി കൂടി വന്ന എന്റെ ഭഗവാനെ. അതെ, എന്നെ പുടു കൊടുക്കുന്നേ. അതെ, മനുഷ്യന് 60 വയസ്സ് കഴിഞ്ഞോ? അപ്പച്ചമ്മ പറയും 60 വയസ്സ് കഴിഞ്ഞവരാ പുടു കൊടുക്കുന്നേന്ന്. മനുഷ്യന് 60 വയസ്സ് കഴിഞ്ഞോ? ഇന്നലെ ആയിരുന്നു പിറന്നാള്. അയ്യടാ, ഇന്നലെ പായസം വെച്ചായിരുന്നോ? എന്റെ പൊന്നു കുട്ടിമണി, ഇനിയും താമസിച്ച് അമ്പലം അടയ്ക്കും. നിനക്ക് പായസം കിട്ടത്തൂല്ല. അയ്യോ, എങ്കിൽ ഇറങ്ങ. എനിക്ക് അമ്പലം അടച്ചാലും കുഴപ്പമില്ല, പക്ഷെ പായസം വേണം. ഒരു പായസ കൊതിച്ച്. അപ്പച്ചപ്പ മതി കേട്ടോ മോളെ. പളനിയിൽ ഒറ്റയ്ക്കായിരുന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും ആരോടും ചോദിക്കത്തില്ലായിരുന്നു. അതല്ലേലും അങ്ങനെയാ. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തിരിച്ചറിവുള്ളപ്പോ എല്ലാം നമ്മൾ തനിയെ ചെയ്യും. ഇപ്പൊ അപ്പച്ചിയപ്പന് അതിന്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ? അത് വയസ്സാം കാലത്ത് പളനി മുരുകൻ തന്ന ഭാഗ്യം. സുന്ദരിക്കുട്ടി ആയല്ലോ എന്റെ കുട്ടിമണി മോള്. എവിടേക്കാ രണ്ടുപേരും? ഞങ്ങളെ അമ്പലത്തിൽ പായസം അല്ലല്ല, അമ്പലത്തില് ദേവിയെ പ്രാർത്ഥിച്ചാൻ പോവാ. ആണോ? പോയിട്ട് വരേട്ടത്തി. പോയിട്ട് വാ. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ തന്നെ എന്തൊരു സന്തോഷാണെന്നോ മനസ്സിന്. പോയിട്ട് വരാവേ. പോയിട്ട് വാ. ശരി. എന്റെ പളനി മുരുക, എന്റെ കുഞ്ഞുങ്ങളുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കണേ.
കൊച്ചു മാറ് മാറ് മാറ്, ഞങ്ങളെ അമ്പലത്തിൽ പോവാ. പെട്ടെന്ന് എന്നില്ലേ പാശം തീരും. എവിടേക്കാടാ നീ? ചോദിച്ചത് കേട്ടില്ലേ? എവിടേക്കാ നീയെന്ന്? ഇതിക്കട്ട നായേ, ആരും ഇല്ലാത്തൊരിടത്ത് എന്നെ കൊണ്ട് തള്ളിയിട്ട് നീ വന്ന് നിന്റെ ഭാര്യയെ ഒരുക്കി അമ്പല ദർശനത്തിന് ഇറങ്ങിയിരിക്കുന്നു അല്ലടാ? അതെ, നീ കളിച്ച നെറുകേടിന് അതേ നാണയത്തിൽ മറുപടി തരുമെന്ന് നിന്നോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലാ, നിന്നോട് ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചിട്ടില്ലാന്ന്. ഇടയിൽ നിന്ന് കളിച്ചത് വേറെ ആരോ ആണ്. ആ ഗുണ്ടയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നിർത്തിയേക്ക്. ആര് വെട്ടുന്നതിനേക്കാൾ ആഴത്തിൽ നീ വെട്ടിയാൽ എനിക്ക് മുറിയും. കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. മനുഷ്യ വാ, മനുഷ്യ പോവാ. അമ്പലത്തിൽ പാശം തീരൂലേ? കുട്ടിമണി ഒന്ന് മിണ്ടായിരിക്കും. കുട്ടിമണി, നീ വല്ല സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ആര് പറഞ്ഞാടാ നീ മതി ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത്? നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ പോടാ. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം നീ കാണിച്ചല്ലോ. നിന്നെ ഞാൻ വെറുതെ വിട്ടതല്ല പൊന്നു മോനെ. നിന്റെ കേസ് ഞാൻ അവധിക്ക് വെച്ചേക്കുവാ. നീ എന്നാ കോപ്പി ചെയ്യടാ? നിനക്ക് എന്നെ അറിയത്തില്ലടാ. സഞ്ജയന്റെ മണി പവറും മസിൽ പവറും. മോനെ സഞ്ജയ, നീ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനായിരിക്കും. പക്ഷെ ഞാൻ ഇടുപ്പിൽ പിച്ചാത്തിയുമായിട്ട് ജനിച്ചവനാ. അതുകൊണ്ട് വിരട്ടരുത്. ചാണക്കല്ലിൽ നന്നായി രാഗിമിനിക്ക് ഒരു ആയുധം ഞാൻ നിനക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അതെടുത്ത് നിന്റെ ഈ നെഞ്ചത്ത് ഒരു ഗുണനം വരച്ചിട്ട് ഞാൻ അങ്ങ് പോവും. കാണോടാ നിനക്ക്? മനസ്സിലാ, ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട. എങ്കി ആ വണ്ടി എടുത്ത് മാറ്റാൻ പറ എന്റെ മുറച്ചെറുക്കൻ മണകുണാഞ്ചനോട്. ഞാനും എന്റെ ഭാര്യയും ദീപാരാധന തൊഴാൻ ഇറങ്ങിയതാ. നീ വണ്ടി മാറ്റുന്നോ അതോ ഞാൻ ഇടിച്ചു മാറ്റണോ? സഞ്ജു, മാറ്റിക്കൊടുക്ക്. പോയി തൊഴുതിട്ട് വരട്ടെ രണ്ടും. ഒടുക്കത്തെ തൊഴിൽ മാറ്റടാ. ഇനി മനസ്സിന് വഴി വിലങ്ങാൻ വരരുത്. തീർത്തു കളയും ഞാൻ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപുണ്ട്. മനസ്സിലായി ആരോടാ എന്താ പറയുന്നെന്ന് നിനക്കറിയത്തില്ല, ചിന്തിക്കുന്നില്ല. സഞ്ജയനോട് നേർക്കുനേർ കളിക്കാൻ നിക്കരുതേ മച്ചമ്പി. നിനക്ക് ഓക്സിജൻ കിട്ടാതെ വരും. എടാ ക്നാപ്പേ, ഈ ഓക്സിജൻ എന്ന് പറയുന്നത് നിന്റെ വീട്ടിലെ അടുക്കളയിലെ പുട്ടുകുറ്റിന്ന് വരുന്ന ആവിയൊന്നും അല്ലല്ലോ. എനിക്ക് വേണ്ട ഓക്സിജൻ ഞാൻ അങ്ങ് എടുത്തോളാം. ആശുപത്രിയിലെ IC യൂണിറ്റിന്റെ മാസ വാടക എത്രയാണെന്ന് ഒന്ന് തിരക്കി വെച്ചേക്കിനി. കുറച്ച് ദിവസം നിനക്കവിടെ കിടക്കേണ്ടതല്ലേ. പോട്ടെ DYSPയുടെ മോനെ. മനുഷ്യൻ നമ്മൾ എന്തിനാ ഈ പ്രവീണയുടെ ഭംഗിയാണ് വന്നേ? അതെ, ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇടയ്ക്ക് പ്രകൃതി ഭംഗി കാണാനെന്നും പറഞ്ഞ് പുറത്തു പോകണം. അതെന്തിനാ മനുഷ്യ ഭാര്യയും ഭർത്താവും പ്രവീണയുടെ ഭംഗിയാണ് പുറത്തു പോന്നേ? ചുമ്മാ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ, അല്ലേ കുട്ടു? എന്നാ ഭംഗിയാ? ഒരു ഭംഗിയും ഇല്ല. കുന്നും മലയും പോയി ഇത്രയേര് ഏവരെ നോക്കിയാലും കറുത്ത നിറവും. കറുത്ത നിറമല്ല കുട്ടു, പച്ച നിറം. പച്ചപ്പ്, ഹരിത ഭംഗി. സരിത ഭംഗിയോ? യോ, ആ പേര് ഞാൻ പറഞ്ഞില്ലേ. ഹരിത ഭംഗി, പച്ച നിറം. ഇത് കാണാനാണോ മനുഷ്യൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ഞാൻ കരുതി വല്ല ബിരിയാണി മേടിച്ചു തരാനാണ്. ഓ, മുടിയാനായിട്ട്. ആ, ബിരിയാണിയാണല്ലോ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു. പിന്നല്ലാതെ എന്ത് ഭംഗിയാ ബിരിയാണിയാണ്. നല്ല ചോറും ചിക്കന്റെ കാലും കഴുത്തും ചിക്കന്റെ മുഖവും. ചിക്കന്റെ മുഖോ? എന്താ ചിക്കന് മുഖം ഇല്ലേ? അയ്യോ ഉണ്ടേ. അല്ല മനുഷ്യൻ, നമ്മൾ എന്തിനാ ഇവിടെ നിക്കുന്നേ? പ്രകൃതി ഭംഗി കാണാൻ. ഓ, എനിക്ക് പ്രവീണയുടെ ഭംഗിയൊന്നും കാണണ്ട. എനിക്ക് ബിരിയാണിയുടെ ഭംഗി കണ്ടാ മതി. പ്രകൃതി ഭംഗി കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ബിരിയാണിയുടെ ഭംഗി കാണാം. എന്താ? എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രവീണയുടെ ഭംഗി അങ്ങ് കണ്ടു തീർക്കാം. ഞാൻ പറഞ്ഞുതരാം. ഹായ്, നല്ല മരം, നല്ല മല, നല്ല പുയ, നല്ല കാട്. ഹൈ ഹൈ ഹൈ. കണ്ടിരുന്നു പോവാം. കണ്ടിരുന്നു തീർന്നു. എന്റെ പൊന്നു കുട്ടുമണി, കുറച്ചു നേരം ഇവിടെ നിൽക്ക്. ഇവിടെ ആകുമ്പോ നല്ല ഓക്സിജൻ കിട്ടും. മനുഷ്യന് മാത്രം തിന്നാൻ കിട്ടുന്ന ഈ സാധനമാണ് ഈ ഓക്സിജൻ.
എനിക്കൊന്നും തിന്നാൻ കിട്ടത്തില്ലേ? ഓക്സിജൻ അല്ല, ഓക്സിജൻ. ഓക്സിജൻ എന്ന് വെച്ചാൽ ശുദ്ധവായു. അതെല്ലാവർക്കും കിട്ടും. അല്ലാതെ എനിക്കും കിട്ടോ? ആ കിട്ടും. ദേ മൂക്കുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. എന്നാ ഞാൻ വലിച്ചെടുക്കാൻ പോണേ. മനുഷ്യന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓക്സിജൻ എനിക്ക്. എന്റെ പൊന്നെ, എടുത്തോ എടുത്തോ. മനുഷ്യൻ നമ്മൾ എന്തിനാ ഈ പ്രവീണയുടെ ഭംഗി കാണാൻ വന്നേ? അതെ, ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇടയ്ക്ക് പ്രകൃതി ഭംഗി കാണാനെന്നും പറഞ്ഞ് പുറത്തു പോകണം. അതെന്തിനാ മനുഷ്യ ഭാര്യയും ഭർത്താവും പ്രവീണയുടെ ഭംഗി കാണാൻ പുറത്തു പോന്നേ? ചുമ്മാ, എന്നാലേ മനസ്സിനൊരു സന്തോഷമൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാ. എന്നിട്ട് കാവ്യ അച്ഛനും അപ്പച്ചനും അമ്മയും പ്രവീണയുടെ ഭംഗി കാണാനൊന്നും പോകുന്നില്ലല്ലോ. ഫസ്റ്റ് ഉപമ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല ഉപമിക്കാൻ? അതെന്നാ അവരെ ഉപമിച്ചാ? ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പോയാ ഞാനും കാവടി എടുക്കേണ്ടി വരുമല്ലോ എന്റെ ഭഗവാനേ.